എന്തിനു വേണ്ടി തേർഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. അതിനുവേണ്ടി ഒരു പുതിയൊരു കഥയും പുതിയ ക്യാരക്ടേഴ്സും എല്ലാം ബിൽഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒട്ടും ഒരു ആകാംക്ഷയില്ല തേർഡ് പാർട്ടിന് വേണ്ടിയിട്ട്. ഫഹദ് ഫാസിൽ അല്ലു അർജുൻ കോംബോ വേറെ ലെവലാണ്. കാരണം അതുപോലെ അവർ ആക്ട് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. എന്താ ഫുള്ള് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. കഥയായാലും ഒട്ടും ഇംപ്രസീവ് അല്ല, മേക്കിംഗ് ആയാലും എവിടെയൊക്കെ എന്തൊക്കെയോ മിസ്സിങ് പോലെ. നമുക്ക് ആ ക്യാരക്ടേഴ്സും കഥയായാലും ഒട്ടും കണക്റ്റ് ആവില്ല. ഒരു തട്ടിക്കൂട്ട് പടംമാതിരി ഫീൽ ചെയ്തു. ഫസ്റ്റ് പാർട്ട് വരുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് വൈസ് കുറച്ച് വീക്കാണെങ്കിലും മേക്കിംഗ് നല്ല കിടുവായിരുന്നു. സുകുമാർ നന്നായിട്ട് പണിതിട്ടുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ഒരു മാസ് മൊമെന്റ്സും എല്ലാം നമുക്ക് ഫീൽ ചെയ്തു. ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ എന്താ ഫുള്ള് ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പാണ്. കഥയായാലും ഒട്ടും ഇംപ്രസീവ് അല്ല, മേക്കിംഗ് ആയാലും എവിടെയൊക്കെ എന്തൊക്കെയോ മിസ്സിങ് പോലെ. നമുക്ക് ആ ക്യാരക്ടേഴ്സും കഥയായാലും ഒട്ടും കണക്റ്റ് ആവില്ല. ഒരു KGF ലെവലാണ് പിടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ആ ക്യാരക്ടേഴ്സ് വരുമ്പോൾ കുറച്ച് റിച്ചായി ഒരു ഭയങ്കര വലിയ ക്യാൻവാസിൽ എടുത്തിരിക്കുന്ന പടമാണ്. പക്ഷെ ഒട്ടും കണക്ഷൻ കിട്ടില്ല നമുക്ക്. സെക്കൻഡ് പാർട്ടൊക്കെ ആയാൽ ഇന്റർവെല്ലിൽ കഴിയുമ്പോൾ തന്നെ പടം തീർന്നു ശരിക്കും. പിന്നീട് അങ്ങോട്ട് ഒരു പുതിയൊരു കഥ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഇവർ. കുറച്ച് ഫാമിലി ഡ്രാമയാക്കി മാറ്റാൻ ശ്രമിച്ചു കഥ. അതുകൊണ്ട് തന്നെ ആ കഥ കയ്യിൽ നിന്ന് പോയി ശരിക്കും. ലാസ്റ്റേക്ക് നമുക്കൊരു ഫീലിംഗ് കിട്ടില്ല. പടം 3.5 മണിക്കൂർ ഉണ്ടെങ്കിലും എഡിറ്റിങ്ങിൻ്റെ ആ വേഗത കൊണ്ട് പടം പെട്ടെന്ന് തീരും. പക്ഷെ എന്നാലും അവർ ഒട്ടും ഇമ്പ്രസീവ് അല്ല, കഥയായാലും മേക്കിംഗ് ആയാലും എന്തായാലും. എന്തിനു വേണ്ടി തേർഡ് പാർട്ട് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതെങ്ങോട്ട് പോകുമെന്ന് എനിക്കറിയില്ല. അതിനുവേണ്ടി ഒരു പുതിയൊരു കഥയും പുതിയ ക്യാരക്ടേഴ്സും എല്ലാം ബിൽഡ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഒട്ടും ഒരു ആകാംക്ഷയില്ല തേർഡ് പാർട്ടിന് വേണ്ടിയിട്ട്. നമസ്കാരം. അപ്പോൾ നമ്മുടെ പുഷ്പ 2 എന്ന സിനിമ കാണാൻ വേണ്ടി 4 മണിക്ക് എത്തിയതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻസ് ഷോ ആണ്. ഒരുപാട് പേര് പല നാട്ടിൽ നിന്ന് വന്നായിരുന്നു. കാരണം അതുപോലെ ഒരു ഗംഭീര